നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുത്തശ്ശിയോടൊപ്പം കാണാതായ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഉടുമ്പൻചോല ചെമ്മണ്ണാർ സ്വദേശി പുത്തൻപുരയ്ക്കൽ ചിഞ്ചുവിന്റെ 60 ദിവസം പ്രായമായ കുഞ്ഞ. ചിഞ്ചുവിന്റെ മാതാവ് ജാൻസിക്കൊപ്പം കഴിഞ്ഞ രാത്രിയിൽ കുഞ്ഞിനെ കാണാതാവുകയായിരുന്നു. സേനാപതിയിൽ അന്യസംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. ഇടുക്കി DCC പ്രസിഡന്റിനെ മാറ്റണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി. DCC പ്രസിഡന്റിനെ മാറ്റാതെ UDF യോഗത്തിൽ പങ്കെടുക്കില്ല. തൊടുപുഴ നഗരസഭാ ചെയർമാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണം നിർത്തിയതായും വിവാദത്തിനില്ലെന്നും ലീഗ് നേതൃത്വം. ഇടുക്കിയിൽ വൻ കഞ്ചാവ് വ്യാജ മദ്യവേട്ട. രാജാക്കാട് ഉണ്ടമലയിൽ നിന്നും 12 കിലോയിലധികം കഞ്ചാവും 25 ലിറ്റർ വ്യാജ മദ്യവും പിടികൂടി. ഇവ കണ്ടെത്തിയത് അടച്ചിട്ടിരുന്ന വീട്ടിൽ ഉടുമ്പൻചോല എക്സൈസ് നടത്തിയ പരിശോധനയിൽ. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക ക്രമക്കേടുകൾ നടത്തിയ 4 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. 4 വർഷക്കാലമായി ചെയ്ത തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇവർ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയത് 368 ഫയലുകളിൽ. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. വിശദമായ വാർത്തകളിലേക്ക്. മുത്തശ്ശിയോടൊപ്പം കാണാതായ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉടുമ്പൻചോല ചെമ്മണ്ണാർ സ്വദേശി പുത്തൻപുരയ്ക്കൽ ചിഞ്ചുവിന്റെ 60 ദിവസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത്. ചിഞ്ചുവിന്റെ മാതാവ് ജാൻസിക്കൊപ്പം കഴിഞ്ഞ രാത്രിയിൽ കുഞ്ഞിനെ കാണാതാവുകയായിരുന്നു. രാവിലെയാണ് ജാൻസിയും കുഞ്ഞും വീട്ടിൽ ഇല്ലെന്ന വീട്ടുകാർ മനസ്സിലാക്കുന്നത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ സമീപത്തെ പുരയിടത്തിൽ നിന്നും കുഞ്ഞിനെയും ജാൻസിയെയും കണ്ടെത്തി. കുഞ്ഞിനെ ഉടൻ തന്നെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവശനിലയിലായിരുന്ന ജാൻസിയെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവർ അപകടനില തരണം ചെയ്തു. കഴിഞ്ഞ രാത്രി 10:30 വരെ കുടുംബാംഗങ്ങൾ വീട്ടിലിരുന്ന് സംസാരിച്ചിരുന്നു. തുടർന്ന് ചിഞ്ചു കുഞ്ഞുമായി ഉറങ്ങാൻ പോയി. രാവിലെ ചിഞ്ചു എണീറ്റപ്പോഴാണ് കുട്ടി അടുത്തില്ലെന്ന് മനസ്സിലാകുന്നത്. ജാൻസിയെയും കണ്ടില്ല. തുടർന്ന് അന്വേഷണം നടത്തുകയായിരുന്നു. ജാൻസിക്ക് മാനസിക വൈകല്യമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കുട്ടിയുടെ മരണകാരണം വ്യക്തമല്ല. ഉടുമ്പൻചോല പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സേനാപതിയിൽ അന്യസംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. മധ്യപ്രദേശ് സ്വദേശി വസന്തിയാണ് മരിച്ചത്. ഇവരുടെ ഒപ്പം താമസിച്ചിരുന്ന ലമൂർ സിംഗ് ദുർവയെ ഉടുമ്പൻചോല പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസമാണ് വസന്തിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസുഖബാധിത ആയതിനാൽ വസന്തി കുറച്ചു നാളുകളായി ജോലിക്ക് പോയിരുന്നില്ല. അസുഖം മൂർച്ഛിച്ചതാണ് മരണകാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വാരിയലിന് ഒടിവ് പറ്റിയെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇടുക്കി DCC പ്രസിഡന്റിനെ മാറ്റണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി രംഗത്ത്. DCC പ്രസിഡന്റിനെ മാറ്റാതെ UDF യോഗത്തിൽ പങ്കെടുക്കില്ല. തൊടുപുഴ നഗരസഭാ ചെയർമാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണം നിർത്തിയതായും വിവാദത്തിനില്ലെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കി. LDFുമായി ലീഗിന് യാതൊരു ധാരണയുമില്ല. ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്തത് രാഷ്ട്രീയ തീരുമാനം മാത്രമാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പക്വതയില്ലാതെ പെരുമാറിയതിന്റെ ഫലമാണ് മനസ്സോടെ ലീഗിന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഞങ്ങളുടെ മേൽ ക്രൂരമായി അടിയേറ്റപ്പോ തൽക്കാലത്തേക്ക് ഒരു പ്രഹരം എന്നുള്ളതിലേക്ക് മാത്രം LDF വോട്ട് ചെയ്യാൻ ജില്ലാ ലീഗ് നിർദ്ദേശം കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചില ആളുകൾ ഇരിക്കുന്ന ബോഡിയിലേക്ക് UDFന്റെ ജില്ലാ ബോഡിയിലേക്ക് തൽക്കാലം ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞത്. UDFുമായി ബന്ധം വിഷയത്തില്ല. UDFുമായി ബന്ധം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. അത് IUMലും കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ ദീർഘകാല എഗ്രിമെന്റാണ്. ഒരു മിനിമം പരിപാടിയിലെ യോജിപ്പാൻ അതിനൊന്നും വിഘ്നസിപ്പിക്കാൻ ജില്ലാ ലീഗിന് കഴിയില്ല. ഇപ്പോഴും ഞങ്ങൾ UDFിൽ ഉറച്ചു നിൽക്കുന്നു. അത് ആരുടെയും തറവാട് സ്വത്തല്ല, ഞങ്ങളുടെ അടക്കമാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുക. അപ്പൊ ഈ ബന്ധം എന്ന് തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷേ മാന്യതയില്ലാതെ മുസ്ലിം ലീഗിന് നേരെ വെല്ലുവിളി ഉയർത്തിയാൽ ആ വെല്ലുവിളി നിലനിൽക്കില്ല എന്ന് മുന്നറിയിപ്പ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട KPCC അടക്കം ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം അടക്കം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. ഇത് ഇടപെടും, പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഇന്നലെ ഞങ്ങൾക്കെതിരായി പറഞ്ഞ ആ താന്നൂക്കിത്തത്തിന്
ഞങ്ങൾ ഇപ്പം അതേ ഭാഷയിൽ മറുപടി പറയുന്നില്ല എന്ന് മാത്രമാണ് ജില്ലാ ലീഗിന്റെ പ്രസിഡന്റ് എന്നുള്ളതിലേക്ക് പറയാനുള്ളത്. ഇടുക്കിയിൽ വൻ കഞ്ചാവ് വ്യാജമദ്യവേട്ട. രാജാക്കാട് ഉണ്ടമലിൽ നിന്നും 12 കിലോയിലധികം കഞ്ചാവും 25 ലിറ്റർ വ്യാജമദ്യവും പിടികൂടി. വ്യാജമദ്യ നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 150 ലിറ്റർ കോടിയും വാറ്റുപകരണങ്ങളും കണ്ടെത്തി. അടച്ചിട്ടിരുന്ന വീട്ടിൽ ഉടുമ്പൻചോല എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. പ്രതി കൊല്ലപ്പള്ളി സൈബു തങ്കച്ചനായി അന്വേഷണം ഊർജിതമാക്കി. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് വ്യാപകമായി പരിശോധന നടത്തിവരുന്നതിനിടെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജാക്കാട് ഉണ്ടമലയിലുള്ള വീട്ടിൽ പരിശോധന നടത്തിയത്. ഈ സമയം പ്രതി വീട്ടിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് വില്ലേജ് ഓഫീസറെയും പഞ്ചായത്ത് അംഗത്തെയും വിളിച്ചു വരുത്തി എക്സൈസ് സംഘം വീട് തുറന്ന് അകത്തു കയറുകയായിരുന്നു. പരിശോധനയിൽ 12 കിലോ 380 ഗ്രാം കഞ്ചാവും 25 ലിറ്റർ വാറ്റു ചാരായവും വ്യാജമദ്യ നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 150 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സൈബു തങ്കച്ചൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 12.5 കിലോയോളം കഞ്ചാവും 25 ലിറ്റർ ചാരായവും 150 ലിറ്ററോളം കോട, വാറ്റുപകരണങ്ങൾ, കഞ്ചാവ് തൂക്കുന്നതിനുള്ള ത്രാസ്, ഇയാൾ വ്യാജമായി കാറിൽ പതിപ്പിച്ചിരുന്ന നമ്പറുകൾ, ഇയാളുടെ മുൻ കേസുകളുടെ വിവരങ്ങൾ എന്നിവയൊക്കെ ഇവിടുന്ന് സീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒറീസ, ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ചരക്ക് വാഹനങ്ങളിൽ പെട്ടെന്ന് പരിശോധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചരക്ക് വാഹനങ്ങളിൽ വൻതോതിൽ കഞ്ചാവ് ഇവിടെ എത്തിച്ച് വിതരണം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അതനുസരിച്ച് ഈ 2 സ്ക്വാഡുകളും വളരെ ആത്മാർത്ഥമായി തന്ത്രപരമായി പരിശ്രമിച്ചതിൻ്റെ ഒടുക്കത്തിലാണ് ഈ കേസ് കിട്ടുന്നത്. ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. ഉച്ചവരെ ഈ പറഞ്ഞ സൈബു ഇവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് അറിയുന്നത്. അത് തുറന്ന് പരിശോധിക്കുന്നതിനായിട്ട് നമ്മൾ രാജാക്കാട് വില്ലേജ് ഓഫീസറെയും ഈ വാർഡിൻ്റെ മെമ്പറേയും കൂട്ടി ആണ് ഈ വീടുകൾ തുറന്ന് പരിശോധിച്ചിട്ടുള്ളത്. വീടിനുള്ളിൽ തന്നെയാണ് കഞ്ചാവും ചാരാകവും മറ്റു വാറ്റുപകരണങ്ങളും കൂടെയെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നത്. സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി തമിഴ്നാട് സർക്കാരിൻ്റെ പോലീസ്, പ്രൊവിഷൻ വിങ്, ഫോറസ്റ്റ്, കേരള പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, റവന്യൂ, ആരോഗ്യവകുപ്പ് തുടങ്ങിയ എല്ലാ വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് സംയുക്തമായി വാഹന പരിശോധനകളും അല്ലാതെയുള്ള പരിശോധനകളും കൂടുതൽ തവണ നടത്താനും കൂടുതൽ ഏരിയകളിൽ വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രതി കൊല്ലപ്പള്ളിയിൽ സൈബു തങ്കച്ചനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചും എക്സൈസ് അന്വേഷിച്ചു വരികയാണ്. ഇയാളെ മുമ്പ് പേരൂർക്കട പോലീസ് 10.5 കിലോ കഞ്ചാവ് ഓയിലുമായി പിടികൂടിയിരുന്നു. തമിഴ്നാട് വഴി ഇടുക്കി ജില്ലയിലേക്ക് കഞ്ചാവ് എത്തിച്ചതിനു ശേഷം മറ്റു ജില്ലകളിലേക്കും എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാൾ. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന വ്യാജ നമ്പർ പ്ലേറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക ക്രമക്കേടുകൾ നടത്തിയ 4 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. 4 വർഷക്കാലമായി ചെയ്ത തൊഴിലുറപ്പ് പദ്ധതിയിൽ 368 ഫയലുകളിലാണ് ഇവർ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. അക്രഡിറ്റഡ് എഞ്ചിനീയർ മിഫിൻ ജെയം, ഓവർസിയർ ആർ അമ്പിളി, എബിനൈസർ എബിനി വി, എ സതി എന്നിവർക്കെതിരെയാണ് നടപടി. 2019 മുതൽ കഴിഞ്ഞ ജൂൺ വരെയുള്ള പ്രവർത്തികളുടെ ഫയലുകൾ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ നേതൃത്വത്തിൽ പരിശോധിച്ചപ്പോഴാണ് വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയത്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നിഷ്കർഷിച്ചിട്ടുള്ള രേഖകളും ഇല്ലെന്ന് കണ്ടെത്തി. പരിശോധനയിൽ 23 ഗുരുതര ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. തൊഴിലുറപ്പ് സംബന്ധിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സംസ്ഥാന ജില്ലാ മിഷനുകളുടെയും ഉത്തരവുകളും നിർദ്ദേശങ്ങളും പാലിക്കുന്നില്ലെന്നും വ്യക്തമായിട്ടുണ്ട്. പല പ്രവൃത്തികളും പൂർത്തിയാകും മുമ്പേ പൂർത്തീകരിച്ചതായുള്ള റിപ്പോർട്ടുകൾ നൽകി. ഇതേ തുടർന്ന് തൊഴിലാളികൾക്ക് വേതനം മുടങ്ങുന്ന സ്ഥിതിയുണ്ടായി. ഇത്തരത്തിൽ നഷ്ടമായ തുക നടപടിക്ക് വിധേയരായവരിൽ നിന്ന് തിരിച്ചുപിടിക്കാനും നടപടി തുടങ്ങി. മസ്ട്രോളിലെയും എംബുക്കിലെയും രേഖപ്പെടുത്തിയ തുക തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിലൂടെ തൊഴിലാളികൾക്ക് അർഹമായ കൂലി നിഷേധിക്കപ്പെടുന്നു. പിരിച്ചുവിട്ട ജീവനക്കാർ 7 വർഷമായി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ക്രമക്കേടുകൾ കണ്ടെത്തിയ രേഖകൾ തിരുവനന്തപുരം തൊഴിലുറപ്പ് മിഷൻ ഡയറക്ടർക്കും LSGD ഇടുക്കി ജോയിന്റ് ഡയറക്ടർക്കും കൈമാറി. ജീവനക്കാർ സർവീസിൽ തുടരുന്നത് തൊഴിലുറപ്പ് പദ്ധതികളുടെ നടത്തിപ്പിനെ വിപരീതമായി ബാധിക്കുന്നതിനാൽ ഇവരുടെ കരാർ പുതുക്കി നൽകുന്നത് ഉചിതമല്ലെന്നും കളക്ടറുടെ ഉത്തരവിലുണ്ട്. ക്രമക്കേടുകൾ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് തലവേദനയായിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. മൂന്നാർ സൈലന്റ് വാലി റോഡ് വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് CPI. നിലവിൽ ടാറിംഗ് പൊളിഞ്ഞെടുത്ത് മാത്രം പാച്ച് വർക്ക് നടത്തിയ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്ന് CPI മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു.
റോഡ് പൂർണ്ണമായി റീടാറിംഗ് നടത്തണമെന്നാണ് CPIയുടെ ആവശ്യം. റീടാറിംഗ് നടത്തും വരെ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുമെന്നും ചന്ദ്രപാൽ വ്യക്തമാക്കി. മൂന്നാർ സൈലന്റ് വാലി റോഡ് ടാറിംഗ് നടത്തി ഏതാനും നാളുകൾക്കിടയിൽ പലയിടത്തും കുഴികൾ രൂപം കൊണ്ടതോടെയായിരുന്നു വിഷയത്തിൽ പ്രതിഷേധം രൂപം കൊണ്ടത്. റോഡ് ഉപരോധമടക്കമുള്ള സമരവുമായി CPI പ്രവർത്തകർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ CPI പ്രാദേശിക നേതൃത്വം നിലപാട് കടുപ്പിക്കുകയാണ്. റോഡ് പൂർണ്ണമായി റീടാറിംഗ് നടത്തണമെന്നാണ് CPIയുടെ ആവശ്യം. റോഡ് റീടാറിംഗ് നടത്തും വരെ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുമെന്ന് CPI മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു. നിലവിൽ ടാറിംഗ് പൊളിഞ്ഞെടുത്ത് മാത്രം പാച്ച് വർക്ക് നടത്തിയ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്നും ചന്ദ്രപാൽ വ്യക്തമാക്കി. ഈ റോഡും നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രാക്ടറിന് മേലിൽ യാതൊരു നടപടിയും സർക്കാരും PW വകുപ്പും പോലീസും സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല CPI ഒരു ഭാഗത്ത് പ്രതിഷേധമായി വരുമ്പോൾ ജനങ്ങളും പ്രതിഷേധമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ ചില വ്യക്തികൾ വിവരാവകാശ നിയമപ്രകാരം ചില വസ്തുതകൾ ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും ആ വ്യക്തികളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ട് പോലീസ് ഈ കോൺട്രാക്ടർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഒന്ന്, ഞങ്ങൾ സമരം ചെയ്ത ദിവസം വൈകിട്ട് 6 മണി വരെ FIR ഇടാതെ അല്ലെങ്കിൽ യാതൊരു നടപടിയും പോലീസ് സ്വീകരിക്കാതിരുന്ന ആ പോലീസിനെ മേലുദ്യോഗസ്ഥർ വിളിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ വേറെ ഏതോ തരത്തിലുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ മേലിൽ പിറ്റേ 2 ദിവസം കഴിഞ്ഞ് FIR ഇട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് തോന്നുന്നത് ഈ സമരം ചെയ്യുന്ന എല്ലാവരെയും തന്നെ കേസ് കൊടുത്തും മറ്റു ഭീഷണി വകവരുത്തിക്കൊണ്ടും നടപടി സ്വീകരിക്കാമെന്നാണ് ഈ കോൺട്രാക്ടറും ചില ഉദ്യോഗസ്ഥന്മാരും കരുതിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്നലെ ദിവസം മൂന്നാർ സൈലന്റ് വാലി റോഡ് റീടാറിംഗ് ചെയ്യാതെ ആ കുഴിയുള്ള ഭാഗങ്ങൾ മാത്രം അടച്ചു പോകുവാൻ വേണ്ടി PW ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും നടപടി സ്വീകരിച്ചു വന്നത്. ഞങ്ങളിപ്പം പറയുന്നു, മൂന്നാർ മുതൽ സൈലന്റ് വാലി വരെ റീടാറിംഗ് ചെയ്യാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. 19 കിലോമീറ്ററോളം ദൂരമാണ് മൂന്നാർ സൈലന്റ് വാലി റോഡിനുള്ളത്. ദിവസവും നിരവധിയായ വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ വൈകിയത് സമാനതകളില്ലാത്ത ദുരിതം പ്രദേശവാസികൾക്ക് സമ്മാനിച്ചിരുന്നു. നിലവിലെ സ്ഥിതി തുടർന്നാൽ റോഡ് വൈകാതെ പഴയ നിലയിലാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിർമ്മാണത്തിലെ പോരായ്മയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന തദ്ദേശ അദാലത്ത് ഓഗസ്റ്റ് 30 ചെറുതോണി ടൗൺ ഹാളിൽ നടക്കും. ഇതിനായുള്ള ജില്ലാതല സംഘാടക സമിതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്നു. സർക്കാരിന്റെ 3ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള 4ാം 100 ദിന പരിപാടിയുടെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിയിട്ടും നിശ്ചിത സമയപരിധിക്കുള്ളിൽ സേവനം ലഭിക്കാത്ത പരാതികൾ, ബിൽഡിംഗ് പെർമിറ്റ് കംപ്ലീഷൻ, ക്രമവൽക്കരണം, വ്യാപാര വാണിജ്യ വ്യവസായ സേവന ലൈസൻസുകൾ, സിവിൽ രജിസ്ട്രേഷൻ, നികുതികൾ, ഗുണഭോക്തൃ പദ്ധതികൾ, പദ്ധതി നിർവഹണം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, മാലിന്യ സംസ്കരണം, പൊതുസൗകര്യങ്ങൾ, ആസ്തി മാനേജ്മെന്റ്, സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയും കാര്യക്ഷമത എന്നിവ അദാലത്തിൽ പരിഗണിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതോടൊപ്പം ഇതുവരെ പരിശോധിച്ച കേസുകളെ കുറിച്ചും പ്രശ്നങ്ങളെ സംബന്ധിച്ചും നല്ല നിലയിൽ പരിശോധിച്ച് ഈ അദാലത്ത് ഉൾപ്പെടുത്തേണ്ട എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് കൂടുതൽ സേവനം കൃത്യത്തിൽ കൂടി സമയബന്ധിതമായി തീർക്കാൻ കഴിയത്തക്ക ഒരവസരം ഈ 100 ദിന പരിപാടിയുടെ ഭാഗമായി ഗവൺമെന്റ് ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കാൻ നമ്മുടെ ജില്ലയ്ക്ക് സാധിക്കണം. പരാതികൾ adalatth.lsgkerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓഗസ്റ്റ് 25-നകം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. യോഗത്തിൽ MLA-മാരായ MM മണി, അഡ്വക്കേറ്റ് A രാജ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അടിമാലി, വെള്ളത്തൂവൽ, മുരിക്കാശ്ശേരി മേഖലകളിൽ നിന്നും രാത്രികാലത്ത് വാഹനങ്ങളിലെ ബാറ്ററി മോഷണം നടത്തിയിരുന്നയാളെ പോലീസ് പിടികൂടി. മുതുവാൻകുടി സ്വദേശിയും ഇപ്പോൾ പെരുമ്പാവൂരിൽ താമസക്കാരനുമായ അനീസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. അടിമാലി, വെള്ളത്തൂവൽ, മുരിക്കാശ്ശേരി മേഖലകളിൽ നിന്നും രാത്രികാലത്ത് വാഹനങ്ങളിലെ ബാറ്ററികൾ മോഷണം പോകുന്നത് പതിവായിരുന്നു. തുടർന്ന് ഈ മോഷണ കേസുകൾ അന്വേഷിക്കുന്നതിനായി ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അടിമാലി, വെള്ളത്തൂവൽ, മുരിക്കാശ്ശേരി സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഈ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് മോഷണം നടത്തിയിരുന്ന മുതുവാൻകുടി സ്വദേശിയും ഇപ്പോൾ പെരുമ്പാവൂരിൽ താമസക്കാരനുമായ അനീസിനെ കസ്റ്റഡിയിലെടുത്തത്.
ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. രാത്രികാലത്ത് വഴിയോരങ്ങളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ ബാറ്ററി മോഷ്ടിച്ച് കടന്നുകളയുകയാണ് പ്രതിയുടെ രീതിയെന്നും ബാറ്ററികൾ ജില്ലയ്ക്ക് പുറത്തേക്ക് കടത്തി വിൽപ്പന നടത്തി ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയാണ് ഇയാൾ ചെയ്തിരുന്നതെന്നും പോലീസ് പറയുന്നു. ചില വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത്. അടിമാലിയിൽ നിന്നുമാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഒരു മാസം മുമ്പ് കാണാതായ ഇരുമ്പുപാലം ഉഴുവത്തടം സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉഴുവത്തടം ചെറുവിള പുത്തൻപുരയ്ക്കൽ CC ബിജുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉഴുവത്തടത്തെ വനമേഖലയിലാണ് അഴുകിയ നിലയിൽ ജഡം കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. അടിമാലി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അടിമാലി 1000 ഏക്കർ കൈത്തറിപ്പടിക്ക് സമീപം മരത്തിൽ കുടുങ്ങിയ യുവാവിനെ അടിമാലി ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തി. മരം മുറിക്കാൻ കയറിയ മടത്തിനകത്ത് സുനീഷാണ് അസുഖബാധയെ തുടർന്ന് മരത്തിൽ കുടുങ്ങിയത്. മരം മുറിക്കുന്നതിനിടയിൽ സുനീഷിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതാണ് സംഭവത്തിന് കാരണമെന്നാണ് നിഗമനം. സുനീഷ് മരത്തിൽ കുടുങ്ങിയതറിഞ്ഞ നാട്ടുകാർ വിവരം അടിമാലി ഫയർഫോഴ്സിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് അടിമാലി അഗ്നിരക്ഷാ നിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ VN സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങൾ സ്ഥലത്തെത്തി. അതിസാഹസികമായാണ് ഇവർ സുനീഷിനെ മരത്തിൽ നിന്നും താഴെ ഇറക്കിയത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിനോദ് K, വിൽസൺ P കുര്യാക്കോസ്, രാഹുൽ രാജ്, ജിജോ ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സുനീഷിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം വൻ ഗതാഗത കുരുക്ക്. അമർജവാൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡിൽ സ്വകാര്യ ബസ് തകരാറിലായതിനെ തുടർന്നാണ് മണിക്കൂറുകളോളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടത്. വൈകുന്നേരത്തോടെയാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങിയ സ്വകാര്യ ബസ് അമർജവാൻ റോഡിൽ തകരാറിലായത്. ആദ്യം നേരിയ തോതിൽ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് സ്കൂൾ കോളേജുകൾ വിട്ടതോടെയാണ് ഗതാഗത തടസ്സം രൂക്ഷമായത്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ഇറങ്ങിപ്പോകുന്ന റോഡായതിനാൽ വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ ഗതാഗത കുരുക്കിലകപ്പെട്ടു. ചെറുവാഹനങ്ങൾ ദീർഘനേരം റോഡിൽ തന്നെ കിടന്നു. കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ, YMCA, പവർ ഇൻ ജീസസ് ചർച്ച് തുടങ്ങിയവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 18-ാം തീയതി ഞായറാഴ്ച കട്ടപ്പന പള്ളിക്കവല CSI ഗാർഡനിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുകയെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെയും കട്ടപ്പന YMCAയുടെയും പവർ ഇൻ ജീസസ് ചർച്ചിന്റെയും നേതൃത്വത്തിൽ 18 രാവിലെ 9:30 മുതൽ പള്ളിക്കവല CSI ഗാർഡനിലെ YMCA ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കും. കട്ടപ്പന SHO TC മുരുകൻ ഉദ്ഘാടനം ചെയ്യും. YMCA പ്രസിഡന്റ് രജിറ്റ് ജോർജ് അധ്യക്ഷനാകും. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും. ജനറൽ മെഡിസിൻ, ENT, ത്വക്കുരോഗം, ഗൈനക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ലഭിക്കും. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ ടെസ്റ്റുകൾ സൗജന്യമാണ്. ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ ആശുപത്രിയിൽ തുടർ ചികിത്സ ലഭ്യമാക്കും. ക്യാമ്പിൽ ജനറൽ മെഡിസിന്, ENT, ത്വക്ക് രോഗം, ഗൈനക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളുടെ സേവനം ലഭ്യമായിരിക്കും. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ തുടങ്ങിയ ടെസ്റ്റുകൾ ക്യാമ്പിൽ സൗജന്യമായി ചെയ്യുന്നതാണ്. തുടർ ചികിത്സ ആവശ്യമായി വരുന്ന രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ സെന്റ് ജോൺസ് ആശുപത്രിയിൽ ചികിത്സ നൽകുന്നതാണ്. ഭാരത YMCAയുടെ 180ാമത് വാർഷികത്തിന്റെയും കട്ടപ്പന YMCAയുടെ 45ാമത് വാർഷികത്തിന്റെയും ഭാഗമായാണ് പരിപാടി. കട്ടപ്പന നഗരസഭയിലെ പൊതുജനങ്ങൾക്കും അതിഥി തൊഴിലാളികൾക്കും അവസരം ഉപയോഗപ്പെടുത്താം. പൊതുജനങ്ങൾക്കും അതിഥി തൊഴിലാളികൾക്കും അവസരം ഉപയോഗപ്പെടുത്താനാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. YMCA സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ്, പവർ ഇൻ ജീസസ് ചർച്ച് പാസ്റ്റർ വിൻസെന്റ് തോമസ്, YMCA സെക്രട്ടറി KJ ജോസഫ്, പ്രോഗ്രാം കൺവീനർ ലാൽ പീറ്റർ, ട്രഷറർ UC തോമസ് എന്നിവർ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ ജോർജ് ജേക്കബ്, രജിറ്റ് ജോർജ്, KJ ജോസഫ്, UC തോമസ്, ബോസ് ഇഗ്നേഷ്യസ്, വിൻസെന്റ് തോമസ്, റോജൻ ഈപ്പൻ, ജോസ് വർഗീസ് എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സാഹിത്യകാരനുമായ GGK ഫിലിപ്പിനെ ആദരിച്ചു. യുവകലാസാഹിതി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. GGK ഫിലിപ്പിന്റെ നക്ഷത്രപ്പാടം എന്ന നോവൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ചിരുന്നു. കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് നെടുങ്കണ്ടം BEd കോളേജ് പ്രിൻസിപ്പലും സാഹിത്യകാരനുമായ ഡോക്ടർ രാജീവ് പുലിയൂർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ലളിതമാണ്, പക്ഷേ ഏറ്റവും ശക്തവും സങ്കീർണമായ ഘടനകളുണ്ട്. 200-ൽ പരം കഥാപാത്രങ്ങളുണ്ടെന്ന് പറഞ്ഞു. 270 പേജുകളാണ്. 51ഓളം അധ്യായങ്ങളിലൂടെ
ഇത്രമാത്രം കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. എനിക്ക് കണ്ടിട്ടുള്ളത് ഈ കുറസോവയുടെ സെവൻ സാമ്രായുടെ വേഗത നിലനിർത്തോ, ക്യാമറ ഒരിടത്താണ്, യുദ്ധം വേറൊരിടത്താണ്. എത്ര ഒരു പേജിൽ തന്നെ എത്ര കഥാപാത്രങ്ങളോടെയാണ്. ഒരു പേജ് വായിച്ച് ഞാൻ തലക്കടിയേറ്റ പോലെ ഇരിക്കുന്നു. സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലാവത്തില്ല. അടിയേറ്റ പോലെ ഇരിക്കുന്നു. എന്താണ് ഇപ്പൊ സംഭവിച്ചതെന്നുള്ളത് ഞാൻ വീണ്ടും എടുത്തു നോക്കും. ഇപ്പൊ എന്താ സംഭവിച്ചതെന്നുള്ളത് രവിയുടെ കാര്യം പറയുന്നു. രവിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അച്ചാമയിലേക്ക് പോയിട്ട് വേറെ രീതിയിലേക്ക് വന്ന് ചെങ്കുരണ്ട പാറയിലൂടെ കയറി ഇറങ്ങി പോകുന്നു. ഭയങ്കര വ്യത്യസ്തമായ ഒരു ആഖ്യാന ശൈലിയാണ് ഈ നോവൽ, ഈ എഴുത്ത് പിന്തുടരുന്നത്. ഒരു പക്ഷേ ഇതുപോലെ ഒരു മലയാളം നോവൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോവലിന് അവതാരിക എഴുതിയ ജോസ് കോനാട്ട പുസ്തകം പരിചയപ്പെടുത്തി. യുവ കലാസാഹിതി കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് രജനി വാഗവയലിൽ അധ്യക്ഷയായിരുന്നു. ഇ ജെ ജോസഫ്, കാഞ്ചാർ രാജൻ, ജോസ് വെട്ടിക്കുഴ, ബാബു കെ പൗലോസ്, MC ബോബൻ, JB ജോസഫ്, KR രാമചന്ദ്രൻ, ലിജു ജേക്കബ്, മിനി മീനാക്ഷി, വീണ വൈഗ തുടങ്ങി ഇടുക്കിയിലെ സാഹിത്യ സാംസ്കാരിക പ്രമുഖർ പങ്കെടുത്തു. കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മ പാഠശാലയിൽ നടന്നു വന്നിരുന്ന രാമായണ മാസാചരണം സമാപിച്ചു. സമാപനത്തിന്റെ ഭാഗമായ സമർപ്പണ ചടങ്ങിന് ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ ഭദ്രദീപം കൊളുത്തി. കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മ പാഠശാലയിൽ കർക്കിടകം 1 മുതൽ നടന്നു വന്നിരുന്ന രാമായണ മാസാചരണ ചടങ്ങുകളാണ് സമാപിച്ചത്. സമാപനത്തിന്റെ ഭാഗമായ സമർപ്പണ ചടങ്ങിന് ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ ഭദ്രദീപം കൊളുത്തി. ബ്രഹ്മകുമാരീസ് ആശ്രമം അംബിക സിസ്റ്റർ രാമായണ സന്ദേശം നൽകി. ശ്രീരാമ പട്ടാഭിഷേകം ചൊല്ലിയാണ് സമർപ്പണം നടത്തിയത്. മാരുതി മാനുഷവേഷം ധരിച്ചു പോയി ശ്രീരാമവൃത്തം ഗുഹനയും കേൾപ്പിച്ചു സത്വരം ചെന്നു നന്ദിഗ്രാമമുൾപ്പുക്കു ഭക്തനായിടും. ജില്ലയിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നായി നിരവധി സമുദായ അംഗങ്ങൾ രാമായണ പാരായണത്തിൽ പങ്കെടുത്തു. NSS വനിതാ യൂണിയന്റെ നേതൃത്വത്തിലാണ് രാമായണ മാസാചരണ ചടങ്ങുകൾ നടത്തിയത്. വിവിധ കരയോഗങ്ങളിൽ നിന്ന് അംഗങ്ങൾ പങ്കെടുക്കുകയും പ്രാർത്ഥനയും രാമായണ പാരായണവും പൂജയും എല്ലാ കാര്യങ്ങളും ഇതുവരെ ഇവിടെ നടന്നു വന്നിരുന്നു. നമ്മുടെ ശ്രീപത്മനാഭപുരത്ത് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ രാമായണ പാരായണത്തോടു കൂടി അവസാനിക്കണം എന്ന പ്രാർത്ഥനയോടു കൂടിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ശ്രീപത്മനാഭപുരം തിരിച്ചു കിട്ടണം, നമ്മുടെ യൂണിയൻ തിരിച്ചു കിട്ടണം എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോടെയാണ് നമ്മളിത് ഇവിടെ രാമായണ പാരായണം നടത്തിയിരുന്നത്. യൂണിയൻ സെക്രട്ടറി AJ രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാർ, വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷ ബാലൻ, ഭരണസമിതി അംഗങ്ങളായ KG വാസുദേവൻ നായർ, രതീഷ് പ്രസന്നൻ, വനിതാ യൂണിയൻ ഭരണസമിതി അംഗം ശ്രീദേവി S ലാൽ, KP രാജശേഖരൻ പിള്ള, PG മനോജ് കുമാർ തുടങ്ങിയവർ സമാപന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കട്ടപ്പന രാമായണ സമിതി നടത്തി വന്നിരുന്ന രാമായണ മാസാചരണം സമാപിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. 31 ദിവസത്തെ രാമായണ വായനയുടെ സമാപനമാണ് വിപുലമായ ചടങ്ങോടുകൂടി നടത്തിയത്. കട്ടപ്പന പാറക്കടവിൽ മുല്ലയ്ക്കൽ ശശികുമാറിന്റെ ഭവനത്തിൽ വെച്ചാണ് രാമായണ മാസാചരണ സമാപന ചടങ്ങ് നടത്തിയത്. KV വിശ്വനാഥൻ, പ്രവീൺ വട്ടമല, MR ജയൻ, രാജീവ് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു. TS മധു, KP ജിലു, PR സതീഷ്, സന്തോഷ് കൗസ്തുഭം തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. ഇവർ ദുരന്ത ബാധിതർക്കായി സമാഹരിച്ച തുക പീരുമേട് MLA വാഴൂർ സോമന് കൈമാറി. വയനാടിന് ഒരു കൈത്താങ്ങ് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ ഭാഗമായാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ദുരന്തബാധിതർക്കായി തുക സമാഹരിച്ചത്. കരങ്ങൾ ഇங்கே கூடியிருக்கிறது. இவ்வேளையில் ஒரு சிறு கவிதை. கதவடைத்து கண்ணடைத்தவரை வாயடைத்து உயிரடைத்தது மலையும் மழையும். கதவடைத்து கண்ணடைத்தவரை வாயடைத்து உயிரடைத்தது மலையும் மழையும். வாய்பேச இயலா விலங்குகளின் வாழிடம் அழித்து ஆண்டுகள் பல ஆண்டு வந்த மனிதனை விரட்ட முன்னறிவிப்பு ஏதும் இன்றி இயற்கை தொடுத்த பெரும் போர் இது.
பல உலக போர்களை விட மிக கொடுமையான போர் இது. വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ പണം പീരുമേട് MLA വാഴൂർ സോമന് കൈമാറി. നമുക്കറിയാം, 400-ലധികം ആളുകളാണ് നമ്മളെ വിട്ട് ഇരിക്കുന്നത്. കണക്ക് ശരിയാണ് എന്ന് സർക്കാർ പോലും അവകാശപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഹാരിസൺസ് മലയാളത്തിൻ്റെ തോട്ടങ്ങളിലെ തൊഴിലാളികൾ, വിശേഷിച്ചും സഹോദര സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് വേണ്ട രേഖകൾ ഉടമകൾ കൊടുക്കാറില്ല, റോഡൻ ഫണ്ട് പിടിക്കാറില്ല, പേ സ്ലിപ്പ് നൽകാറില്ല. അതുകൊണ്ട് തന്നെ തോട്ടങ്ങളിൽ വ്യക്തമായ ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ST രാജ് അധ്യക്ഷനായിരുന്നു. പീരുമേട് AEO M രമേശ് ധനസമാഹരണം നടത്തിയ കുട്ടികളെയും അധ്യാപകരെയും അഭിനന്ദിച്ചു. ചടങ്ങിൽ വെച്ച് വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് അനുശോചനവും രേഖപ്പെടുത്തി. അധ്യാപകരും PTA അംഗങ്ങളും പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ചെമ്മണ്ണാർ വട്ടപ്പാറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകാംഗങ്ങളും വയനാട് ദുരിതബാധിതർക്കായി കൈകോർക്കുന്നു. പെരുന്നാൾ ചിലവുകൾ കുറച്ചാണ് ദുരിതമേഖലയ്ക്ക് ആശ്വാസമാകാൻ ഇടവക ഒരുമിച്ചത്. ചെമ്മണ്ണാർ വട്ടപ്പാറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ സമാപിച്ചു. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ആഘോഷങ്ങൾ ലളിതമാക്കി ബാക്കി പണം വയനാട് ദുരിതബാധിതർക്ക് നൽകാനാണ് കമ്മിറ്റി തീരുമാനമെന്ന് ഇടവക വികാരി ഷെവലിയാർ ഫാദർ PV ജോൺ പുന്നമറ്റത്തിൽ, ട്രസ്റ്റി ബിജു PJ പാലക്കാത്തടത്തിൽ, സെക്രട്ടറി ജോൺസൺ എബ്രഹാം നടപ്പേൽ എന്നിവർ അറിയിച്ചു. പെരുന്നാൾ സമാപനത്തോടനുബന്ധിച്ച് നടന്ന മൂന്നിന്മേൽ കുർബാനയ്ക്ക് മുരിക്കുംതൊട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയൻ ദൈവാലി വികാരി ഫാദർ എൽദോസ് പുളിക്കക്കുന്നേൽ നേതൃത്വം നൽകി. വിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ എല്ലാ വർഷവും വളരെ വിപുലമായി തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്നതാണ്. എന്നാൽ ഈ വർഷം കേരളത്തിനെ നടുക്കിയ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ദേവാലയം നടത്തിവരുന്ന ആ വലിയ പെരുന്നാൾ അതിൻ്റെ എല്ലാ ആഘോഷങ്ങളും ആർഭാടങ്ങളും കുറച്ചുകൊണ്ട് കുർബാനയും സന്ധ്യാപ്രാർത്ഥനയും മാത്രം നടത്തി, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ദേവാലയമായ ഇൻഫാൻ ജീസസിനെയും വട്ടപ്പാറ SNDP ശാഖയുടെ പ്രതിനിധികളും ആയി എല്ലാ വർഷവും മതസൗഹാർദ്ദ കൂട്ടായ്മയും നടത്താറുള്ളതാണ്. അതുപോലെ വട്ടപ്പാറയിലുള്ള വിവിധ സംഘടനകൾ, മർച്ചന്റ് അസോസിയേഷൻ, പ്രൈവേറ്റ് യൂണിയൻ, അങ്ങനെ ഈ മേഖലയിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഈ പെരുന്നാൾ അതിൻ്റെ എല്ലാ ആർഭാടങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഈ പെരുന്നാളിൽ വരുന്ന തുക, മിച്ചം വരുന്ന തുക വയനാട് ദുരന്തം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി കൊടുക്കുവാൻ ഇടവക കമ്മിറ്റിയും പൊതുയോഗവും ഒന്നടക്കം തീരുമാനിച്ചിരിക്കുന്നു. തിരുനാൾ ആഘോഷങ്ങളിൽ വട്ടപ്പാറ ഇൻഫന്റ് ജീസസ് RC പള്ളി വികാരി ഫാദർ റോണി, കൈക്കാരന്മാർ, വട്ടപ്പാറ SNDP ശാഖാ പ്രസിഡന്റ് രവി ഉപ്പുകണ്ടത്തിൽ, സെക്രട്ടറി, മറ്റു കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് മേരീസ് UP സ്കൂളിൽ കുട്ടികളുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. വിദ്യാർത്ഥികളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അയ്യപ്പൻകോവിൽ സെന്റ് മേരീസ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായിട്ടാണ് പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. പ്രത്യേകം സജ്ജീകരിച്ച പോളിംഗ് ബൂത്തുകളിൽ ജനാധിപത്യ സംവിധാനത്തെപ്പറ്റി മനസ്സിലാക്കുന്നതിനു വേണ്ടി നിരവധി വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തു. വിദ്യാർത്ഥികളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഹെഡ്മാസ്റ്റർ ജോസഫ് മാത്യു പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിലെ വരും തലമുറയ്ക്ക് എങ്ങനെയാണ് ജനാധിപത്യ ഭരണ സംവിധാനം എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്ഥാന തലത്തിൽ ഓരോ സ്കൂളുകളിലും ഇന്ന് സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രത്യേക ബാലറ്റ് പേപ്പറൊക്കെ കൊടുത്തുകൊണ്ട് കൈകളിൽ മഷി പുരട്ടിക്കൊണ്ട് അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചുകൊണ്ട് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നതെന്നും വോട്ട് ചെയ്യുന്ന രീതികളെപ്പറ്റിയും അതിന്റെ നിയമ നടപടികളെപ്പറ്റിയും തങ്ങൾക്കേറെ പുതുമ നിറഞ്ഞ അനുഭവം ലഭിച്ചതായി വിദ്യാർത്ഥികളും പറഞ്ഞു. വോട്ട് നമ്മുടെ ജന്മാവകാശമാണ്. ഓരോ വ്യക്തികൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാലാണ് സാധാരണ വോട്ട് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ സെന്റ് മേരീസ് UP സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുത്തിരിക്കുന്നു. നമ്മളിവിടെ ബാലറ്റ് പേപ്പറിലാണ് വോട്ട് ചെയ്യുന്നത്. ഓരോ
നമ്മുടെ ഹെഡ് മാസ്റ്ററായ ജോസഫ് മാത്യു സാറാണ് നമുക്ക് ഈ അവസരം ഇതുപോലെ ഒതുക്കി തന്നിരിക്കുന്നത്. ഇതെല്ലാ സ്കൂളിലെ കുട്ടികൾക്കും ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ്. കയ്യിൽ വോട്ട് ചെയ്യുന്നത് രേഖ വരയ്ക്കുന്നതിനെയും ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. 3 ബൂത്തുകളിലായാണ് വോട്ടിംഗ് ക്രമീകരിച്ചിരുന്നത്. കൈവിരലുകളിൽ മഷി പുരട്ടിയും ID കാർഡ് ഉപയോഗിച്ച് വോട്ടുകൾ രേഖപ്പെടുത്തുന്ന തരത്തിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ പ്രത്യേകം സജ്ജീകരിച്ച പോളിംഗ് ബൂത്തുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തി. പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിലാണ് മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. സ്കൂൾ ID കാർഡ് പരിശോധിച്ച് വിരലിൽ മഷി പുരട്ടിയാണ് പ്രത്യേകം സജ്ജീകരിച്ച പോളിംഗ് ബൂത്തുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തിയത്. 5 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലായി 105 സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. പൂർണ്ണമായും ജനാധിപത്യ നടപടിക്രമങ്ങൾ അനുസരിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിഭാഗത്തിലെ അൻജിൻ ബിനോയ് സ്കൂൾ ലീഡറായും സ്കൂൾ വിഭാഗത്തിൽ നിന്ന് അമൽഡ സജി സ്കൂൾ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ പ്രിൻസിപ്പൽ ജോസഫ് മാത്യു, ഹെഡ്മിസ്ട്രസ് ജിജിമോൾ മാത്യു, അധ്യാപകരായ ബൈജു തോമസ്, ജോർജ് തോമസ്, അരുൺ ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ സ്കൂൾ തെരഞ്ഞെടുപ്പ് നടന്നു. കുട്ടികൾക്ക് കൗതുകമുണർത്തുന്ന രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഹെഡ് മാസ്റ്റർ ത്രസ്യാമ ഫിലിപ്പ് സംസാരിച്ചു. അധ്യാപകരുടെയും NCC, SPC യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ ID കാർഡ് ഉപയോഗിച്ച് കൈവിരലിൽ മഷി പുരട്ടി പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിലായിരുന്നു വോട്ടിംഗ്. ചെയർപേഴ്സണായി ഷിബിലമോൾ ജോർജിനെയും സ്കൂൾ ലീഡറായി സ്വീറ്റി മാത്യുവിനെയും ആർട്സ് ക്ലബ് സെക്രട്ടറിയായി ഗോപിക CPയെയും തെരഞ്ഞെടുത്തു. അയ്യപ്പൻകോവിൽ കുടുംബശ്രീയുടെ വാർഷിക ആഘോഷ പരിപാടികൾ നടന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വെച്ച് കുടുംബശ്രീയുടെ തിരികെ സ്കൂളിലെത്താം പദ്ധതിയിലെ അധ്യാപകരെ ആദരിച്ചു. വിവിധ കുടുംബശ്രീ അംഗങ്ങൾക്ക് ക്യാഷ് അവാർഡുകളും മൊമന്റോയും നൽകി. കുടുംബശ്രീയുടെ 26ാമത് വാർഷികമാണ് നമ്മളിന്നിവിടെ നടത്തിയിരിക്കുന്നത്. വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ രചന 25 വർഷത്തിന്റെ ചരിത്രം എഴുതിയ പുസ്തക പ്രകാശനം കൂടിയാണ്. പുസ്തക പ്രകാശനം നടത്തിയത് നമ്മുടെ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു K. ജോൺ. വിവിധ കലാപരിപാടികളോടുകൂടി വിവിധ ഫണ്ടുകളുടെ വിതരണവും കൂടിയാണ് നമ്മൾ ഇവിടെ നടത്തിയത്. ഇതോടൊപ്പം വിവിധ ഫണ്ടുകളുടെ വിതരണവും പുസ്തക രചനാ പ്രകാശനവും നടന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു K. ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷ ബിനോജ്, ഷൈമോൾ രാജൻ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കാഞ്ചാർ ലബക്കട JPM കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റോഡരികിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കുകയും സിഗ്നൽ ബോർഡുകൾ വൃത്തിയാക്കുകയും ചെയ്തു. കുട്ടിക്കാനം മുതൽ മുറിഞ്ഞപുഴ വളഞ്ഞങ്ങാനം വരെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കനത്ത മഴയെ തുടർന്ന് സിഗ്നൽ ബോർഡുകളിലും റിഫ്ലക്ടറുകളിലും പായൽ പിടിച്ചിരുന്നു. കൂടാതെ പലയിടത്തും അനിയന്ത്രിതമായി കുറ്റിക്കാടുകൾ റോഡിലേക്ക് വളർന്നു നിന്നിരുന്നത് വാഹനാപകടങ്ങൾക്കും കാരണമായി. ഈ സാഹചര്യത്തിലാണ് കോളേജിലെ NSS യൂണിറ്റ് കുട്ടിക്കാനം മുതൽ മുറിഞ്ഞപുഴ വളഞ്ഞങ്ങാനം വരെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. 50ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. NSS പ്രോഗ്രാം ഓഫീസർമാരായ TG ടോം, മനു T. ഫ്രാൻസിസ്, സനുകുമാർ TS, വോളണ്ടിയർ സെക്രട്ടറിമാരായ ഫ്രാൻസിസ് ജോർജ്, ദേവു S. കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇൻഫാമിന്റെ നേതൃത്വത്തിൽ വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് നൽകി കർഷകരെ ആദരിച്ചു. നെടുങ്കണ്ടം ചേമ്പളത്ത് നടന്ന പരിപാടിയിൽ വയോധികരായ കർഷകർക്കാണ് ആദരവ് നൽകിയത്. മുണ്ടീരമ താലൂക്ക് കാർഷിക സമിതിയുടെ നേതൃത്വത്തിൽ ചേമ്പളം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന ഇൻഫാം അംഗങ്ങളുടെ കുടുംബസംഗമത്തിൽ 80 കഴിഞ്ഞ കർഷകർക്കാണ് വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് നൽകിയത്. ഇൻഫാം അംഗങ്ങളോ അംഗങ്ങളുടെ മാതാപിതാക്കളോ ആയ 80 വയസ്സു കഴിഞ്ഞ കർഷകർക്ക് ഇൻഫാം അവാർഡ് നൽകി ആദരിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചേമ്പളത്ത് സംഘടിപ്പിച്ച പരിപാടി ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ഭാര്യയുമെല്ലാം ഇൻഫാം എന്ന സംഘടനയുടെ അംഗങ്ങളാണ്. ഇൻഫാം അംഗത്വം കൊടുത്തിരിക്കുന്നത് ഒരു കുടുംബത്തിനാണ്. അപ്പോൾ ആ കുടുംബ സമ്മേളനം ഇന്ന് വളരെ പ്രസക്തമാണ്. ആ കുടുംബ സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ കാർഷിക മേഖലയിൽ നമുക്കെല്ലാം ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഫാദർ തോമസ് പാട്ടുകാലായിൽ ആമുഖ പ്രഭാഷണം നടത്തി. ഇൻഫാം മുണ്ടീരമ താലൂക്ക് കാർഷിക സമിതി ഡയറക്ടർ ഫാദർ തോമസ് ഞള്ളിയിൽ അധ്യക്ഷനായിരുന്നു. സമ്മേളനത്തിൽ ഇൻഫാം ചേമ്പളം യൂണിറ്റ് രക്ഷാധികാരി ഫാദർ ജെയിംസ് വെൺമാന്ത്ര വീർ കിസാൻ ഭൂമിപുത്ര അവാർഡുകൾ കർഷകർക്ക് വിതരണം ചെയ്തു. സണ്ണി കൊച്ചുകാലായിൽ, ജോർജ് മുള്ളൂർ, സെബാസ്റ്റ്യൻ മുക്കുങ്കൽ, സജീവ് വടക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു.
കട്ടപ്പന ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷകളിലേക്കുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ നൽകി. ലയൺസ് ഡിസ്ട്രിക്ട് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ വിതരണം ചെയ്തത്. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ സവാരിക്കായി ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് സൗജന്യമായാണ് നൽകുന്നത്. കട്ടപ്പന റീജിയന്റെ ഉദ്ഘാടനം റീജിയണൽ ചെയർമാൻ രാജീവ് നിർവഹിച്ചു. 2024-25 ഡിസ്ട്രിക്റ്റിന്റെ ഓട്ടോറിക്ഷ ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ഉദ്ഘാടനം തൃപ്പൂണിത്തുറ നടന്നായിരുന്നു. ഏതാണ്ട് ഈ വർഷം നമ്മൾ 3000 ഓട്ടോറിക്ഷയ്ക്കാണ് കിറ്റ് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ റീജിയനിൽ നമ്മൾ കട്ടപ്പന ക്ലബ്ബിൽ നമ്മൾ ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് നിർവഹിക്കുന്നു. കട്ടപ്പന ലയൺസ് ക്ലബ് ആദ്യഘട്ടമായി 100 ഓട്ടോറിക്ഷകളിലാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഘടിപ്പിച്ചിരിക്കുന്നത്. ലയൺസ് ക്ലബ് പ്രസിഡന്റ് സെൻസ് കുര്യൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ജിബിൻ ജോസ്, ട്രഷറർ കെ ശശിധരൻ, സോണൽ ചെയർമാൻ അമൽ മാത്യു, പ്രോജക്ട് കോർഡിനേറ്റർ ജോർജ് തോമസ്, MM ജോസഫ്, മാത്യു കെ ജോൺ, ജോർജ് മാത്യു, KC ജോസ്, PU ജോസഫ്, TJ ജോസഫ്, ഡിബിൻ വാലുമേൽ തുടങ്ങിയവർ പങ്കെടുത്തു. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ നേതൃത്വത്തിൽ രക്തദാനം നടത്തി. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾ മാറ്റിവെച്ച് വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് വിവിധ ദിവസങ്ങളിലായി റോട്ടറി ക്ലബ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ നേതൃത്വത്തിൽ രക്തദാനം നടത്തിയാണ് സ്വാതന്ത്ര്യദിനാഘോഷം നടത്തിയത്. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ നടന്ന പരിപാടി ഹോസ്പിറ്റൽ ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലഡ് ഡൊണേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് അറിയാമെങ്കിൽ കൂടി പല സമയത്തും പ്രാക്ടിക്കലി കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോണർ കൂടെ വരും. ഡോണർ വന്നു കഴിയുമ്പോഴത്തേന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ബ്ലീഡ് ചെയ്ത് സൂക്ഷിക്കണമെന്നുള്ളതാണ്. അതായത് ഹോസ്പിറ്റലിൽ പലപ്പോഴും സ്റ്റാഫ് കാണും, ഈ ബ്ലഡ് നമുക്ക് കളക്ട് ചെയ്യുവാനായിട്ടുള്ള സ്റ്റാഫ് കാണുമെന്നുള്ള നൈറ്റ് സമയത്തൊക്കെ ചില സമയത്ത് നമുക്ക് സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് വരുമ്പോഴത്തേനും പലപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വരുന്നു, ഗ്രൂപ്പായിട്ട് വരുന്നു, പെട്ടെന്ന് തന്നെ ബ്ലഡ് കളക്ട് ചെയ്ത് എടുത്തു വയ്ക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടു വന്നു എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ എടുക്കുന്നില്ല എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ റെയർ ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് ചുമ്മാ അങ്ങനെ എടുത്തു വയ്ക്കാനൊന്നും പറ്റിയല്ല. കാരണം നമ്മൾ ആളെ റെഡിയാക്കി നിർത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. രക്തദാനം ജീവദാനം എന്ന മുദ്രാവാക്യമുയർത്തി സമൂഹത്തെ രക്തദാനം ചെയ്യാൻ പ്രേരിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രോഗ്രാം ചെയർമാൻ കിരൺ ജോർജ്, ക്ലബ് പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടി, സെക്രട്ടറി അഖിൽ വിശ്വനാഥൻ, പ്രിൻസ് ചെറിയാൻ, ജോസ് മാത്യു, ജോസ് കുര്യാക്കോസ്, സന്തോഷ് ദേവസിയ എന്നിവർ നേതൃത്വം നൽകി. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പനയുടെ ആഭിമുഖ്യത്തിൽ വെള്ളയാങ്കുടി അസിസി സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് പതാക ഉയർത്തി. വർണ്ണശബളമായ റാലിക്ക് ശേഷമാണ് സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത്. സ്പെഷ്യൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ അസിസി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അൻസീന അധ്യക്ഷയായിരുന്നു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബൈജു എബ്രഹാം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈന്യത്തിന്റെ ശക്തിയോടുകൂടി പല രാജ്യങ്ങൾ കീഴടക്കി അവരുടെ അധീനതയിൽ കൊണ്ടുവന്നു. മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല. അവരുദ്ദേശിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്നും നല്ല ബിസിനസ് ചെയ്യുക, ഇന്ത്യയുടെ സ്പൈസസ് അതുപോലൊക്കെ തന്നെ നിധിയെന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വജ്രങ്ങൾ ലൂട്ട് ചെയ്ത് കള്ളക്കടത്ത് നടത്തി അവരുടെ രാജ്യത്തിലേക്ക് എത്തിക്കുക എന്നാണ്. 1858 ബ്രിട്ടീഷ് ഇന്ത്യയുടെ മേൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു. അതിനുശേഷം 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ ഇന്ത്യയിൽ പടർന്നു പന്തലിക്കുവാൻ തുടങ്ങി. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ PM ജോസഫ്, ക്ലബ് പ്രസിഡന്റ് മിനു തോമസ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ ദേശഭക്തി ഗാനവും രംഗാവതരണവും നടന്നു. പാസ്റ്റ് പ്രസിഡന്റ് ജോസഫ് തോമസ്, റോയി മാത്യു, ജോജി ഫ്രാൻസിസ്, ഫിലിപ്പ് ജോസഫ്, ജോസഫ് ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950.
കട്ടപ്പന നഗരത്തിലെത്തിയ കേഴമാനെ വനപാലകർ പിടികൂടി. പുളിൽമല റോഡിന് സമീപം പ്രവർത്തിക്കുന്ന ഫാഷൻ ഹിൽസ് എന്ന സ്ഥാപനത്തിന്റെ പരിസരത്ത് രാവിലെ 9:00ഓടെയാണ് കേഴമാനെ കണ്ടത്. രാവിലെ കടയിലെത്തിയ ജീവനക്കാരാണ് 3 വയസ്സോളം പ്രായമുള്ള പെൺ കേഴമാനെ കണ്ടത്. ഞങ്ങൾ രാവിലെ കട തുറന്നിട്ട് ബാത്റൂമിലേക്ക് പോകാനായിട്ട് നോക്കിയപ്പോഴാണ് അതിൻ്റെ പുറകിൽ എന്താണ് ഇത് അവിടെ ഒരുങ്ങി കിടക്കുന്നത്. അന്നേരമാണ് കണ്ടിട്ട് പിന്നെ ഫോറസ്റ്റിലേക്ക് വിളിച്ചു പറഞ്ഞു. കടയുടെ പിൻവശത്തെ മൺതിട്ടയിൽ നിന്ന് വർക്കേരിയയുടെ പരിസരത്തേക്ക് ചാടുകയായിരുന്നു. ഉടൻ തന്നെ വനപാലകരെ വിവരമറിയിച്ചു. മുകളിൽ തിട്ടരാണ്, അതിൻ്റെ മുകളിൽ നിന്ന് താട്ട് വീണാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ബാക്കിൽ സൈഡ് ആയതുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഫോറസ്റ്റ് പിടിച്ച് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവർ വന്ന് അതിനെ പിടിക്കുകയും ചെയ്തു. ആനകുത്തിമലയിൽ നിന്നും കൂട്ടം തെറ്റി എത്തിയതാകാം കേഴമാനെന്നാണ് നിഗമനം. കമ്പംമെട്ട് സെക്ഷൻ ഓഫീസിലെ വനപാലകർ സ്ഥലത്തെത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കേഴമാനെ പിടികൂടി. ഇത് ഒരു കേഴമാനാണ്. ഉദ്ദേശം ഒരു 3 വയസ്സ് മേൽ പ്രായമുള്ള പെണ്ണിനത്തിൽപ്പെട്ട കേഴമാനാണ്. നമ്മുടെ കട്ടപ്പന ഫാഷൻ ഹിൽസ് ചപ്പൽ കടയുടെ ബാക്ക് ഭാഗത്തു നിന്നാണ് ഇതിനെ നമ്മൾക്ക് കിട്ടിയത്. ഇതിപ്പോൾ നമ്മൾ പിടിച്ച് ഇതിനെ നേരെ വെറ്റിനറി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു. അവിടുന്ന് പരിശോധന കഴിഞ്ഞ് ഹെൽത്തി ആണെങ്കിൽ നമ്മൾ കാട്ടിൽ തുറന്നു വിടും, അല്ല എങ്കിൽ റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റും. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മൺതിട്ടിയിൽ നിന്ന് താഴേക്ക് ചാടിയതാകാമെന്നാണ് വനപാലകരുടെ നിഗമനം. വെറ്റിനറി സർജന്റെ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് വ്യക്തമായതോടെ ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവലിയിൽ കേഴമാനെ തുറന്നുവിട്ടു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 277, വിൽപ്പനയ്ക്ക് വന്നത് 74,793, വിൽപ്പന നടന്നത് 72,272. കൂടിയ വില 2,715, ശരാശരി വില 2,215. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 2,100, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,565 രൂപ, വെള്ളി 89. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മുത്തശ്ശിയോടൊപ്പം കാണാതായ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഉടുമ്പൻചോല ചെമ്മണ്ണാർ സ്വദേശി പുത്തൻപുരയ്ക്കൽ ചിഞ്ചുവിന്റെ 60 ദിവസം പ്രായമായ കുഞ്ഞ. ചിഞ്ചുവിന്റെ മാതാവ് ജാൻസിക്കൊപ്പം കഴിഞ്ഞ രാത്രിയിൽ കുഞ്ഞിനെ കാണാതാവുകയായിരുന്നു. സേനാപതിയിൽ അന്യസംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. ഇടുക്കി DCC പ്രസിഡന്റിനെ മാറ്റണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി. DCC പ്രസിഡന്റിനെ മാറ്റാതെ UDF യോഗത്തിൽ പങ്കെടുക്കില്ല. തൊടുപുഴ നഗരസഭാ ചെയർമാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണം നിർത്തിയതായും വിവാദത്തിനില്ലെന്നും ലീഗ് നേതൃത്വം. ഇടുക്കിയിൽ വൻ കഞ്ചാവ് വ്യാജ മദ്യവേട്ട. രാജാക്കാട് ഉണ്ടമലയിൽ നിന്നും 12 കിലോയിലധികം കഞ്ചാവും 25 ലിറ്റർ വ്യാജ മദ്യവും പിടികൂടി. ഇവ കണ്ടെത്തിയത് അടച്ചിട്ടിരുന്ന വീട്ടിൽ ഉടുമ്പൻചോല എക്സൈസ് നടത്തിയ പരിശോധനയിൽ. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക ക്രമക്കേടുകൾ നടത്തിയ 4 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. 4 വർഷക്കാലമായി ചെയ്ത തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇവർ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയത് 368 ഫയലുകളിൽ.
സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.